കാത്തിരുന്ന പെണ്ണല്ലേ കാലമേറെയായില്ലേ. പാട്ടൊക്കെ വെറുതെ പാടിയതാണ്. അത് ഈ പറഞ്ഞ ഒരവസ്ഥയിലാണ് നമ്മുടെ ജാസ്മിൻ ഇരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രി വരും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ജാസ്മിൻ ഈ ഇതെല്ലാം അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പുള്ളിക്കാരത്തി എന്താ സാധാരണ ചെയ്യേണ്ട ജോലികളുടെ സമയത്ത് അത് ചെയ്യുന്നുണ്ട്, എല്ലാവരോടും സംസാരിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, വർത്തമാനം പറയുന്നത് എല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ വന്നിരുന്ന് ഈ ഒരു ഒറ്റപ്പെടൽ കാണിക്കുന്നുണ്ട്. അത് ഗബ്രി തിരിച്ച് വരും എന്ന് പറഞ്ഞിട്ടാണ്. 1-2 ആഴ്ച നോക്കുമായിരിക്കും, വരുന്ന ഇതിങ്ങനെ ഇരിക്കുമായിരിക്കും. അത് കഴിയുമ്പോൾ ആൾ ഓക്കെ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇപ്പോൾ ആൾ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിക്കാനുള്ള ആ ഒരു കോർണർ സോഫ ഉണ്ടല്ലോ, അവിടെ പോയിരുന്നു ഗബ്രി നീ വരും, എനിക്കറിയാം നീ വരുമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇനിയും ബിഗ് ബോസിനോട് ഗബ്രീനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് എന്ന രീതിയിൽ പറയണയാണോ എന്നും അറിയില്ല. അപ്പോൾ ഗബ്രി എന്തായാലും വരും പറഞ്ഞിട്ടുള്ള ഇതിലാണ് ഇരിക്കുന്നത്. പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് നേരം കരഞ്ഞിട്ട് പിന്നെ ബെഡിൽ പോയി കിടന്ന് ഗബ്രിയുടെ ഒരു ഫോട്ടോയും പിടിച്ച് അതും നോക്കി കുറേ ഡയലോഗുകളൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ എത്ര നാൾ നീണ്ടു പോകുന്നൊന്നും അറിയില്ല. എത്ര നാൾ നീണ്ടുപോയാലും ഇപ്പോൾ ഒരു 50 ദിവസം കോംബോ ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു 10-30 ദിവസം ഈ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയും കൊണ്ട് പോകാനാണോ എന്നും അറിയില്ല. ഇതിപ്പോൾ ഡ്രാമയാണോ റിയലാണോ എന്ന് അറിയണമെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ദിവസങ്ങൾ കടന്നു പോയാൽ ചിലപ്പോൾ മനസ്സിലാകുമായിരിക്കും. അതോ ഇനി അത് മനസ്സിലാവാത്ത വിധത്തിൽ ജാസ്മിന് ഇതിനൊക്കെ കൂടുതൽ അഭിനയിക്കാൻ അറിയുമോ എന്നും അറിയില്ല.